ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമാകും. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. ന്യൂഡൽഹിയിൽ നടക്കുന്ന വാർഷിക NCC PM റാലി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരുപക്ഷവും ഒപ്പുവച്ചു. കരാറിലൂടെ ഇന്ത്യയിൽ തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകൾക്കായി യൂറോപ്യൻ വിപണി തുറക്കും. കേരള നിയമസഭയിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ ചർച്ച തുടരും. സംസ്ഥാന ബജറ്റ് നാളെ. UGCയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ക്യാമ്പസുകളിലെ ജാതി വിവേചന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അണ്ടർ-19 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ സിംബാബ്വേക്കെതിരെ ഇന്ത്യയ്ക്ക് 204 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. 30 ദിവസമാണ് സഭ സമ്മേളിക്കുക. വിശദാംശങ്ങൾ. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. സാമ്പത്തിക സർവേ നാളെ സമർപ്പിക്കും. ഫെബ്രുവരി 1-നാണ് കേന്ദ്ര ബജറ്റ്. ഇന്നു മുതൽ അടുത്ത മാസം 13 വരെയും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും 2 ഘട്ടങ്ങളിലായി 30 ദിവസമാണ് സഭ ചേരുക. സമ്മേളനത്തിന് മുന്നോടിയായി ഇന്നലെ ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന വാർഷിക NCC PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. രാഷ്ട്രപ്രഥം കർത്തവ്യനിഷ്ഠ യുവ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഒരു മാസം നീണ്ടു നിൽക്കുന്ന NCC റിപ്പബ്ലിക് ദിന ക്യാമ്പിന്റെ പരിസമാപ്തിയാണ് NCC PM റാലി. 898 പെൺകുട്ടികൾ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള 2406 NCC കേഡറ്റുകളും 21 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 207 യുവജനങ്ങളും ഓഫീസർമാരും റാലിയിൽ പങ്കെടുക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന് സുപ്രധാന നാഴികക്കല്ലായ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരുപക്ഷവും ഒപ്പുവച്ചു. ഇന്ത്യയിലെയും യൂറോപ്യൻ യൂണിയനിലെയും ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമാകുന്നതാണ് സ്വതന്ത്ര വ്യാപാര കരാർ. ഇരുപക്ഷങ്ങളും തമ്മിൽ വർഷങ്ങളായുള്ള സഹകരണത്തിന്റെയും ചർച്ചകളുടെയും വിജയമായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഒരു റിപ്പോർട്ട്. സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ തുണിത്തരങ്ങൾ, പാദരക്ഷകൾ, തുകൽ, സമുദ്രോൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, കരകൌശല വസ്തുക്കൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഇന്ത്യയിൽ തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകൾക്ക് യൂറോപ്യൻ വിപണികൾ തുറക്കും. അതേസമയം ആഡംബര കാറുകൾ, വൈൻ, മരുന്നുകൾ എന്നിവയുൾപ്പെടെ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ തീരുവ കുറയുന്നത് ഈ ഉൽപ്പന്നങ്ങളുടെ വില കുറയുന്നതിന് സഹായകമാകും. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ പ്രധാന കക്ഷിയാണ് യൂറോപ്യൻ യൂണിയൻ. 2024-25 11.5 ലക്ഷം കോടി രൂപ ആണ് യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാരം. കയറ്റുമതി 6.4 ലക്ഷം കോടി രൂപയും. കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ ഏകദേശം $33 ബില്യൺ കയറ്റുമതി താരിഫ് ഇല്ലാതെയാകും. കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, യുവാക്കൾ, MSMEകൾ എന്നിവർക്കും കരാർ ഗുണകരമാകും. വാഹന നിർമ്മാണ രംഗത്ത് മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും സാധ്യതകൾ തുറക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയും യൂറോപ്പും സമകാലിക താൽപര്യങ്ങളാൽ മാത്രമല്ല ജനാധിപത്യം, ബഹുസ്വരത തുടങ്ങിയ പൊതുവായ മൂല്യങ്ങളാലും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ വെറുമൊരു വ്യാപാര കരാർ എന്നതിലുപരി പരസ്പര അഭിവൃദ്ധിക്കുള്ള പുതിയ രൂപരേഖയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇന്ത്യ വളരുകയാണെന്നും യൂറോപ്പ് ഇതിൽ സന്തോഷിക്കുന്നുവെന്നും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ പറഞ്ഞു. പരസ്പര അഭിവൃദ്ധിക്കും സുരക്ഷയ്ക്കും വേണ്ടി യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ അഭിപ്രായപ്പെട്ടു. കേരള നിയമസഭയിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിനുള്ള ചർച്ച തുടരും. നാളെ ധനമന്ത്രി KN ബാലഗോപാൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. തിങ്കളാഴ്ച മുതൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ആരംഭിക്കും.
7ാമത് ഇന്ത്യ ഇന്റർനാഷണൽ കടൽപ്പായൽ ഉച്ചകോടിയും പ്രദർശനവും നാളെ കൊച്ചിയിൽ ആരംഭിക്കും. കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന 2 ദിവസത്തെ ഉച്ചകോടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കടൽപ്പായലിന്റെ സാമ്പത്തിക, പോഷകാഹാര, പാരിസ്ഥിതിക സാധ്യതകൾ പര്യവേഷണം ചെയ്യാൻ ലക്ഷ്യമിട്ടാണ് സമ്മേളനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക സഹകരണം, വിവര കൈമാറ്റം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്കും യൂറോപ്യൻ സെക്യൂരിറ്റീസ് ആൻഡ് മാർക്കറ്റ്സ് അതോറിറ്റിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. യൂറോപ്യൻ യൂണിയനിലെ സാമ്പത്തിക സ്ഥിരത നിലനിർത്തിക്കൊണ്ട് RBIയുടെ നിയന്ത്രണ സംവിധാനങ്ങളെ ആശ്രയിക്കാൻ ESMAയെ അനുവദിക്കുന്നതാണ് കരാർ. UGCയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ക്യാമ്പസുകളിലെ ജാതി വിവേചനം പരിഹരിക്കുന്നതിനാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഈ മാർഗനിർദ്ദേശങ്ങൾ ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും UGCയുടെയും ഉത്തരവാദിത്തമാണ്. വിഷയം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണെന്നും എല്ലാ നടപടികളും ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. डिस्क्रिमिनेशन के नाम पे किसी को भी मिसयूज करने का अधिकार नहीं रहेगा. इसमें UGC हो, भारत सरकार हो या राज्य सरकार हो, इसकी दायित्व रहेगी. कुछ भी व्यवस्था हो संविधान की परिधि के अंदर होगा और ये तो सुप्रीम कोर्ट की निगरानी में व्यवस्था है. इसमें आश्वस्त मैं अपील करना चाहता हूँ, किसी के ऊपर भी अत्याचार या किसी को भी भेदभाव नहीं किया जाएगा. മാതൃകാ യുവ ഗ്രാമസഭ പദ്ധതിയിലെ വിജയികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായുള്ള ദേശീയ പുരസ്കാരദാന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. മോഡൽ യൂത്ത് ഗ്രാമസഭ പദ്ധതിയുടെ പരിവർത്തനാത്മക യാത്ര രേഖപ്പെടുത്തുന്ന സമഗ്ര സമാഹാരം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. രാജ്യത്തുടനീളം സംഘടിപ്പിച്ച ഗ്രാമസഭകളിലും ഗ്രാമപഞ്ചായത്ത് നടപടിക്രമങ്ങളിലും 619 ജവഹർ നവോദയ വിദ്യാലയങ്ങൾ, 200 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിന്നായി 28,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രഗതി സംരംഭം 50ാമത് അവലോകന യോഗമെന്ന സുപ്രധാന നാഴികകൽ പിന്നിട്ടു. ഉത്തർപ്രദേശിലെ ചക്കേരി അലഹാബാദ് ദേശീയപാത വികസന പദ്ധതിയുടെ വിജയം പ്രഗതി സംരംഭത്തിന്റെ ഫലപ്രാപ്തിയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ്. ഡൽഹി കൊൽക്കത്ത ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പാതയുടെ ഭാഗമായ 145 കിലോമീറ്റർ ദൈർഘ്യമുള്ള 6 വരി പാതയാണിത്. സ്ഥലമേറ്റെടുപ്പ്, വനം, പരിസ്ഥിതി അനുമതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പദ്ധതി വലിയ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. എന്നാൽ 2019 ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നടത്തിയ അവലോകനത്തിലൂടെ തടസ്സങ്ങൾ നീക്കാൻ കർശന നിർദ്ദേശം നൽകി. 2024 ഓഗസ്റ്റിൽ പാത കമ്മീഷൻ ചെയ്തു. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISFന്റെ വന്ദേ മാതരം തീരദേശ സൈക്ലോത്തോൺ പ്രയാണം ഇന്ന് ആരംഭിക്കും. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി ഇന്നു മുതൽ അടുത്ത മാസം 22 വരെയാണ് സൈക്ലോത്തോൺ സംഘടിപ്പിക്കുന്നത്. അണ്ടർ-19 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 6 സ്റ്റേജ് മത്സരത്തിൽ ആതിഥേയരായ സിംബാബ്വേയെ 204 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ ഗ്രൂപ്പ് 2 പോയിന്റ് പട്ടികയിൽ ഇന്ത്യ ഒന്നാമതെത്തി. ന്യൂസിലൻഡിനെതിരെ വിജയിച്ചതോടെ പാകിസ്ഥാൻ സെമി ഫൈനലിലെത്തി. ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. SIRന്റെ വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ജില്ലാ കളക്ടർമാരുമായും EROമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയ പാർട്ടികൾ നിയമിച്ച ബൂത്ത് തല ഏജന്റുമാരുടെയും അവർ സമർപ്പിക്കുന്ന ഫോമുകളുടെയും കൃത്യമായ എണ്ണം ലഭ്യമാക്കാൻ EROമാർക്കും ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർമാർക്കും കർശന നിർദ്ദേശം നൽകി. ഇന്ന് അന്താരാഷ്ട്ര ഡാറ്റ സ്വകാര്യതാ ദിനം. ഡിജിറ്റൽ യുഗത്തിൽ വ്യക്തിഗത ഡാറ്റയും സ്വകാര്യതയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമാകും. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച. ന്യൂഡൽഹിയിൽ നടക്കുന്ന വാർഷിക NCC PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇരുപക്ഷവും ഒപ്പുവച്ചു. കരാറിലൂടെ ഇന്ത്യയിൽ തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകൾക്കായി യൂറോപ്യൻ വിപണി തുറക്കും. കേരള നിയമസഭയിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ ചർച്ച തുടരും. സംസ്ഥാന ബജറ്റ് നാളെ.
UGCയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ക്യാമ്പസുകളിലെ ജാതി വിവേചന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അണ്ടർ 19 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 204 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.